ഒരു പുതിയ യുഗം ആരംഭിക്കട്ടെ. യെശയ്യാപ്രവചനം 5-ാം അധ്യായം 1 മുതൽ 30 വരെ. ധ്യാനത്തിനായിട്ട് 30-ാം വാക്യം. ദേശത്ത് നോക്കിയാൽ ഇതാ അന്ധകാരവും കഷ്ടതയും തന്നെ. അതിൻ്റെ മേഘങ്ങളിൽ വെളിച്ചം ഇരുണ്ടുപോകും. ഇന്ത്യയുടെ സാമ്പത്തിക നിലവാരം വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും ധാർമ്മിക നിലവാരം അടിക്കടി അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പല ആത്മീക സാംസ്കാരിക നേതാക്കൾ ഹൃദയവേദനയോടെ പ്രസ്താവിച്ചിട്ടുണ്ട്. ഈയിടെ നമ്മുടെ കേരളത്തിലെ വടക്കൻ ജില്ലയിൽ ഒരു കോളേജ് വിദ്യാർത്ഥി അതിനിഷ്ഠൂരമായ റാഗിങ്ങിനാൽ കൊല്ലപ്പെട്ടു. തൂങ്ങി മരിച്ചതാണെന്നും പറയപ്പെടുന്നു. സംഭവം ഞെട്ടലോടെയല്ലേ നാം കേട്ടത്. അന്ന് റാഗിങ് നടത്തിയതിന് എതിരെ പല പ്രസ്താവനകളും കേട്ടു. പിശാചുക്കൾ എന്നുവരെ അവരെ വിശേഷിപ്പിക്കുകയുണ്ടായി. ഇത്തരം ഹൃദയശൂന്യമായ പ്രവൃത്തി ചെയ്യുന്നവരെ മൃഗങ്ങൾ എന്ന് വിളിക്കാതിരിക്കുന്നത് മൃഗങ്ങൾക്കത് ആക്ഷേപകരമായി തീരുമെന്നുള്ളത് കൊണ്ടാകാം. അത്ര പൈശാചികമായ ഹീന കൃത്യങ്ങളാണ് ആ വിദ്യാർത്ഥികൾ ചെയ്തത്. ഈയിടെ കൽക്കത്തയിലെ ഒരു മെഡിക്കൽ കോളേജിൽ PG പഠിക്കുന്ന ഒരു യുവ വനിതാ ഡോക്ടർ അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു. വികാരങ്ങൾക്ക് കടിഞ്ഞാണിടാൻ കഴിയാത്ത വിദ്യാർത്ഥികളെ ഏത് കുൽസിത പ്രവൃത്തികളും ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് എവിടെയും കാണുന്നത്. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ബലിയാടുകളായി തീരുന്നു. പക്ഷേ ഈ ദുരവസ്ഥയെക്കുറിച്ച് എത്ര പേർ ദുഃഖിക്കുന്നുണ്ട്? എത്ര പേർക്ക് അതിനെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട്? സമ്പന്ന രാജ്യങ്ങളുടെ തലപ്പത്ത് നിൽക്കുന്ന അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങൾ, മദ്യാസക്തി, കുടുംബജീവിത ശൈഥില്യം, വിവാഹമോചനം, വൃദ്ധജനങ്ങളുടെ അരക്ഷിതത്വം മുതലായവ നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവയൊക്കെ ഒട്ടും കുറവില്ലാതെ നമ്മുടെ നാട്ടിലും അരങ്ങ് വാണുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ പുരോഗതിയോടൊപ്പം മനുഷ്യൻ കൈവരിക്കുന്ന ആധുനികമായ ഐശ്വര്യവും അഭിവൃദ്ധിയുമാണ് ഒരു രാജ്യത്തിൻ്റെ സുസ്ഥിതിയുടെ സൂചിക. എങ്കിൽ അമേരിക്ക ഭൂമിയിലെ പർദീസയായിരുന്നേനെ. എന്നാൽ തകർച്ചയുടെ ശോചനീയ ദൃശ്യമാണ് ഇന്നവിടെ കാണുന്നത്. ഒരു കാലത്ത് ആത്മീയമായ മൂല്യങ്ങളിന്മേൽ കെട്ടിപ്പടുത്ത ആ രാജ്യം ഇന്ന് ധാർമ്മികമായി തറപറ്റിയിരിക്കുന്നു. അതുകൊണ്ട് സമ്പൽ സമൃദ്ധിയിലോ ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളിലോ നമുക്ക് അഭിമാനിക്കുവാൻ വക കാണുന്നില്ല. ഇന്നത്തെ ധാർമ്മിക അധപതനത്തിൻ്റെ കാരണത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരു ഗ്രന്ഥകാരൻ പറയുന്നത് ഇങ്ങനെയാണ്: മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോടുള്ള ദൈവദത്തമായ കടമ മറക്കുന്നു. ഈ വിപത്ത് ലോകത്തെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളുടെ അനാശാസ്യമായ ജീവിതത്തെക്കുറിച്ച് നാണിക്കുന്ന മക്കൾ കുടുംബ ബന്ധങ്ങളുടെ കെട്ടുപൊട്ടിച്ച് താന്ത്രികളായി തീരുന്നെങ്കിൽ എന്തിനവരെ മാത്രം കുറ്റപ്പെടുത്തണം? അദ്ദേഹം തുടരുന്നു: ഏതെങ്കിലും മനക്ലേശമുണ്ടായാൽ അലമാരയിലിരിക്കുന്ന ബ്രാൻഡ് കുപ്പിയാകുന്ന ദൈവത്തെ അവലംബമാക്കുന്നവരുടെ മക്കൾ അത്തരം സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ആ ദൈവത്തെ തന്നെ ആശ്രയിക്കുന്നെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനാകുമോ? ഓരോരുത്തരുടെയും സ്വന്തം ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ദൈവത്തിൻ്റെ സർവാധിപത്യം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് അത്യധികമായി പരിഹാരം ഉണ്ടാകും. ദൈവത്തിൻ്റെ സർവാധിപത്യത്തിന് വിധേയമായ പുതിയ യുഗം നമ്മിൽ തന്നെ ആരംഭിക്കട്ടെ. നമ്മിൽ ആരംഭിക്കുന്ന പുതിയ യുഗത്തിൻ്റെ സ്വാധീനം നമ്മുടെ കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും വ്യാപിക്കട്ടെ. ഓർക്കണമേ, പരിണാമത്തിൻ്റെ മേലേക്കടയിലെത്തിയ മനുഷ്യനിൽ വിരിഞ്ഞു നിൽക്കുന്ന ചേതോഹരമായ പുഷ്പമാണ് ആധ്യാത്മികത്വം. സദൃശവാക്യങ്ങൾ 3:7. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.